സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരത്ത് കുടുങ്ങിയ ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനം F-35B നാളെ മടങ്ങും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ യുദ്ധവിമാനത്തെ ഇന്ന് ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കി. RB സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സനൂപ്, വിമാനത്തിന് എൻ്റെ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി മാറിയോ? നാളെ എപ്പോഴാണ് മടക്കം? നിഷാദ്, അല്പസമയം മുമ്പാണ് എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ നിന്ന് ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനമായിട്ടുള്ള F-35B പുറത്തിറക്കിയത്. കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ഈ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായിട്ട് ഇറക്കേണ്ടി വന്നത്. ഇറങ്ങിയ ശേഷം ഇതിന് തിരികെ പറക്കാൻ കഴിഞ്ഞില്ല. ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടായിരുന്നു. പിന്നീട് ഈ കപ്പലിന്റെ ഈ വിമാനം പറന്നു പൊങ്ങിയ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന കപ്പലിൽ നിന്ന് സാങ്കേതിക വിദഗ്ധർ എത്തി പരിശോധനയും അറ്റകുറ്റപ്പണി നടത്താൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. ഈ മാസം 6-ാം തീയതിയാണ് ബ്രിട്ടീഷ് സാങ്കേതിക സംഘം ഇവിടെ എത്തി. അതിനുശേഷമാണ് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാൻ പോലും കഴിഞ്ഞത്. ഇപ്പോൾ വീണ്ടും നമുക്ക് ആ വിമാനം അവിടെ നിന്ന് നീങ്ങുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. പുഷ് ബാക്ക് സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി F-35B യുദ്ധവിമാനത്തെ അത് ബേ 4-ലേക്ക് പാർക്ക് ചെയ്യാനതിന് വേണ്ടിയാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. അല്പം മുമ്പ് ഒരു ഇൻഡിഗോ വിമാനം പറന്നുകൊണ്ടാണ് നിർത്തിയിട്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും അത് ബേ 4-ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ സംവിധാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 2 പ്രശ്നങ്ങളായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ഒന്ന്, ഹൈഡ്രോളിക് സംവിധാനത്തിന് ഉണ്ടായിട്ടുള്ള തകരാറ്. ഈ F-35Bയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കുത്തനെ ഉയർന്നു പോകുന്ന വിമാനമാണ്. അതായത് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആണ് F-35Bക്ക് ഉള്ളത്. അതുകൊണ്ട് ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറ് പറ്റിയതിനെ തുടർന്ന് ഇതിന് പറക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്, ഈ വിദഗ്ധ സംഘം എത്തി പരിശോധിച്ചപ്പോൾ പവർ യൂണിറ്റിലും തകരാറുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഈ 2 തകരാറുകളും ഈ ജൂലൈ 6-ന് ശേഷം ഈ സംഘം വിദഗ്ധമായിട്ട് അത് പരിശോധിച്ച് അതിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തിയാക്കി. ഇന്നിപ്പോൾ വിമാനം ഇവിടെ നിന്ന് പുറത്തിറക്കുകയാണ്. ഹാങ്ങറിൽ നിന്ന് പുറത്തിറക്കി ഈ ബേ 4-ൽ എത്തിച്ച ശേഷം ഒരുപക്ഷെ പരീക്ഷണ പറക്കലടക്കം ഇന്ന് നടത്താനാണ് സാധ്യത. ഉണ്ടാവാം, ഇല്ലാതിരിക്കാൻ. നമുക്ക് അതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമായിട്ടില്ല. നാളെ ആയിരിക്കും വിമാനം ഇവിടെ നിന്ന് തിരികെ മടങ്ങുക എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള സൂചന വിമാനാധികൃതർ നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ നിന്ന് പറന്ന് തിരികെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിലേക്കായിരിക്കും ഈ വിമാനം മടങ്ങുന്നത്. ഈ കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് ഈ വിമാനം ഇവിടെ എത്തുന്നത്. അതിനു മുമ്പ് ഇന്ത്യൻ നാവികസേനയുമായിട്ട് സംയുക്ത സൈനിക അഭ്യാസം അടക്കം അറബിക്കടലിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഈ വിമാനം ഈ 14-ാം തീയതി പറക്കുന്ന സമയത്ത് അതിന് തിരികെ ഈ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കാലാവസ്ഥ മറ്റുമൊക്കെ മോശമായതിനാൽ വിമാനം പലതവണ ഈ HMS പ്രിൻസ് ഓഫ് വെയിൽസിന് ചുറ്റും പറന്നു നോക്കിയെങ്കിലും ഇറങ്ങാൻ സാധിച്ചില്ല. തുടർന്നാണ് ഇന്ത്യയുടെ സഹായം തേടിയത്. അടിയന്തരമായിട്ട് ഈ ഒരു വിമാനം ഇവിടെ ഇറങ്ങിക്കോട്ടെ എന്നുള്ള വന്നത്. അതിനുശേഷം പ്രതിരോധ മന്ത്രാലയത്തിന്റെ അടക്കം അനുമതിയോട് കൂടിയാണ് വിമാനം ഇപ്പോൾ ഇവിടെ അന്ന് ജൂൺ 14-ന് ഇറക്കാൻ സാധിച്ചത്. പക്ഷേ ഈ 1 മാസവും ഒരാഴ്ചയും എടുത്ത് ഈ വിമാനത്തിന് തിരികെ പറന്നു പോകാൻ ഇതിനിടെ 1 മാസവും ഒരാഴ്ചയും ഇവിടെ കടന്നതിന് ശേഷം ബ്രിട്ടീഷ് യുദ്ധവിമാനം മടങ്ങിപ്പോവുകയാണ്. നാളെ അതിന്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചു എന്നാണ് സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.